മൊഡ്യൂൾ 3 ഡിസൈൻ ഓഫ് സ്ലാബ് ബേസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓക്കെ, സ്ലാബ് ബേസ് എന്താണെന്നറിയാം. കോളം ബേസിൻ്റെ ഒരു ടൈപ്പാണ്. അതായത് നമ്മുടെ സ്റ്റീൽ കോളത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കോൺക്രീറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് സ്ലാബ് ബേസ്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു കോളത്തിൻ്റെ സ്പെസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. ISHB 350 അറ്റ് 72.4 kg/m. ദെൻ അതിനൊരു ഫാക്ടറിയുടെ ആക്സിയൽ ലോഡ് തന്നിട്ടുണ്ട് 1600 kN. ദെൻ 2 കണ്ടീഷൻ തന്നിട്ടുണ്ട്. ആ 2 കേസസിൽ സ്ലാബ് ബേസ് ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡയറക്റ്റ്ലി ബേസ് പ്ലേറ്റിൽ കൂടെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ വെൽഡ് കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ബേസ് പ്ലേറ്റ് റെസ്റ്റ് ചെയ്തിരിക്കുന്ന M20 ഗ്രേഡ് കോൺക്രീറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗിവൺ ഡേറ്റ ആദ്യം എടുത്തെഴുതി. ദെൻ ISHBയുടെ പ്രോപ്പർട്ടീസ് SP6 അല്ലെങ്കിൽ സ്റ്റീൽ ടേബിൾ വഴി എഴുതി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബെയറിംഗ് പ്രഷർ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ M20 ഗ്രേഡ് കോൺക്രീറ്റ് ആകുമ്പോൾ FCK വാല്യൂ, അതായത് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്ത് 20 Nm² ആണ്. ഇതിൻ്റെ ബെയറിംഗ് സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് 0.45 × FCK. സോ അത് കണ്ടുപിടിച്ചു. ദെൻ ഒരു സ്ലാബ് ബേസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി A = ലോഡ് ഡിവൈഡഡ് ബൈ ഈ പറയുന്ന ബെയറിംഗ് സ്ട്രെങ്ത്ത് ചെയ്യും. സോ കിട്ടുന്ന ഏരിയ വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിനുള്ളിൽ ഒരു I സെക്ഷൻ കോളം വെച്ചിരിക്കുകയാണ്. അതിൽ ഏത് പൊസിഷനിലാണെന്നുള്ളത് കണ്ടുപിടിക്കും. സോ നമ്മൾ ഏകദേശം 4 സൈഡിലോട്ട് ഈക്വൽ പ്രൊജക്ഷനാണ് അല്ലെങ്കിൽ ഈക്വൽ കവർ വിട്ട് കൊടുത്തിട്ടാണ് I സെക്ഷൻ പ്ലേസ് ചെയ്തിരിക്കുന്നത് അസ്യൂം ചെയ്തു. സോ നമ്മൾ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് 350 ആണ് I സെക്ഷൻ്റെ. സോ ആ 350 + 2A വരും. മറ്റേ ബ്രെഡ്ത്ത് ആണെങ്കിലോ 250 + 2A വരും. സോ ഏരിയ എന്ന് പറഞ്ഞാൽ L × B ആണ്. സോ ഏരിയ = നമുക്ക് കിട്ടിയ ഏരിയ ഉണ്ടല്ലോ 1 lakh സംതിങ് വരുന്നത്, അത് = ഈ ഫിഗറിൻ്റെ മൊത്തം ഏരിയ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? L ഉം B യും കണ്ടുപിടിക്കും. അൺനോൺ ആയിട്ടുള്ള L ഉം B യും കണ്ടുപിടിക്കുകയാണ്. അതിൽ A വാല്യൂ കിട്ടും. A വാല്യൂ കിട്ടിയാൽ നമുക്ക് ഡയറക്റ്റ് L ഉം B യും കിട്ടും. ദെൻ അങ്ങനെ നമുക്ക് ബേസ് പ്ലേറ്റിൻ്റെ സൈസ് കണ്ടുപിടിക്കുക. അതെന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച ആദ്യം ഏരിയ ഓഫ് സ്ലാബ് ബേസ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 2 കണ്ടുപിടിച്ചേക്കാൾ കൂടുതലാണെങ്കിൽ ഓക്കെ ആയിരിക്കും. ദെൻ 4th സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലായിട്ടുള്ള ബെയറിംഗ് പ്രഷർ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലോഡ് ഡിവൈഡ് ബൈ നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഏരിയ ചെയ്യുമ്പോൾ ഒരു പ്രഷർ കിട്ടും. ഓക്കെ, ബെയറിംഗ് പ്രഷർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബേസ് പ്ലേറ്റിൻ്റെ ഒരു തിക്നെസ് കണ്ടുപിടിക്കണം. തിക്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ കോഡിൽ തന്നിട്ടുണ്ട്. ആ ഇക്വേഷനിൽ AB എന്ന് പറയുന്നത് 2 സൈഡിലേക്കുള്ള പ്രൊജക്ഷനാണ്. അത് ഈക്വലായിട്ട് എടുത്തു. നമുക്ക് കിട്ടിയ വാല്യൂ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തിക്നെസ് ഓഫ് ബേസ് പ്ലേറ്റ് കണ്ടുപിടിച്ചു. സോ ബേസ് പ്ലേറ്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് × ബ്രെഡ്ത്ത് × തിക്നെസ്. ദെൻ കണക്ഷനാണ് വരുന്നത്. ഫസ്റ്റ് ബേസ് പ്ലേറ്റ് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുവാണ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ അവിടെ നമ്മളൊരു ക്ലീറ്റ് ആംഗിൾ പ്രൊവൈഡ് ചെയ്യാണ്. ഇതൊരു കുഞ്ഞ് ആംഗിൾ സെലക്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അത് വേണമെങ്കിൽ 65 വെയിറ്റ് പഠിച്ചിട്ട് പോയിക്കോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക? ഇപ്പം അധികം മിനിമം ഒന്നും എന്ത് ചെയ്യുക? അതിനകത്തോട്ട് വരില്ല. അപ്പം അധികം ഡിസൈൻ ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ് വരുന്നത് വെൽഡഡ് കണക്ഷനാണ്. വെൽഡഡ് കണക്ഷൻ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ 4 സൈഡും വെൽഡ് ചെയ്ത് പിടിപ്പിക്കരുത്. 4 അല്ല, I സെക്ഷൻ്റെ മൊത്തം കോർണർ സൈഡ്സ് മൊത്തം വെൽഡ് ചെയ്ത് വയ്ക്കുക എന്നുള്ള കൺസെപ്റ്റിൽ ടോട്ടൽ ലെങ്ത് ഓഫ് വെൽഡ് നമ്മൾ കണ്ടുപിടിക്കും. ദെൻ നമ്മൾ വെൽഡിൽ ചെയ്ത പോലെ ഏതെങ്കിലും ഒരു വെൽഡിൻ്റെ സൈസ് അസ്യൂം ചെയ്തിട്ട് അത് വെച്ചിട്ട് ഒരു എഫക്റ്റീവ് ഏരിയ ബേസ് ചെയ്തിട്ട് FWD കണ്ടുപിടിച്ച് ഒരു ലോഡ് കണ്ടുപിടിക്കുക. ആ ലോഡ് നമ്മളെ തന്നിരിക്കുന്ന ലോഡിനേക്കാളും കൂടുതലാണെങ്കിൽ സേഫ് ആയിരിക്കും.